ഐശ്വര്യ റായിക്ക് അഭിനയത്തിൽ വലിയ നേട്ടം സമ്മാനിച്ച സിനിമയാണ് ഇരുവർ. മിസ് വേൾഡ് പട്ടം ലഭിക്കുന്നതിനു പിന്നാലെയാണ് മണിരത്നം ഐശ്വര്യ റായിയെ തൻ്റെ പുതിയ സിനിമയിലേക്ക് വിളിക്കുന്നത്. ഐശ്വര്യയുടെ ആദ്യത്തെ ചിത്രം കൂടിയാണ് ഇത്. പിന്നീട് സിനിമാ ലോകത്ത് ഐശ്വര്യ റായിയുടെ വളർച്ച പെട്ടെന്നായിരുന്നു. ഒരു കാലത്ത് സൽമാൻ ഖാനും ഐശ്വര്യ റായിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇത് മാധ്യമങ്ങൾ ആ കാലത്ത് ആഘോഷിച്ചിരുന്നു. പ്രണയത്തെക്കുറിച്ചും വേർപിരിയലിനെക്കുറിച്ചും തുറന്നു പറയുകയാണ് തമിഴ് നിരൂപകൻ CR ബാലു. അഴകം തമിഴ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഐശ്വര്യയും സൽമാൻ ഖാനും ഒരു സിനിമ ചെയ്തു. ആ സിനിമ സൂപ്പർ ഹിറ്റായി മാറി. ഇരുവരുടെയും പ്രണയം ആദ്യം ബോളിവുഡിൽ ആർക്കും അറിയില്ലായിരുന്നു. പിന്നീട് ബോളിവുഡ് മുഴുവൻ അതറിഞ്ഞു. എന്നാൽ ആ പ്രണയത്തിൽ ചില വിള്ളലുകൾ വീണു. പലരും ഐശ്വര്യ റായിയുടെ മനസ്സ് മാറ്റുകയായിരുന്നു. ഒപ്പം സൽമാൻ ഖാനെ പോലെ ഒരാൾ ഉള്ളതുകൊണ്ട് തന്നെ ആർക്കും ഐശ്വര്യ റായിയുടെ ലൈഫിൽ ഇടപെടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ശക്തമായ രീതിയിൽ സൽമാൻ ഖാൻ നിൽക്കുന്നതിനാൽ ഐശ്വര്യ റായിക്കും സൽമാൻ ഖാനോട് പ്രണയം തോന്നുകയായിരുന്നുവെന്ന് പറയുകയാണ് CR ബാലു. എന്നാൽ മീഡിയ ഐശ്വര്യ റായിയോട് പ്രണയത്തെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങുന്നു. ഇത് ഐശ്വര്യ റായിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തുടങ്ങിയെന്നാണ് CR ബാലു പറയുന്നത്. മാധ്യമങ്ങൾ സൽമാൻ ഖാനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഐശ്വര്യ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾ തന്നെയാണോ മാധ്യമങ്ങളോട് ഇത് പറയുന്നത് എന്നാണ് ഐശ്വര്യ റായി ചോദിച്ചത്. എന്നാൽ തനിക്കതിൻ്റെ ആവശ്യമില്ല എന്നും താൻ ആദ്യമായൊന്നുമല്ല മാധ്യമങ്ങളെ കാണുന്നതുമൊക്കെ സൽമാൻ ഖാൻ പറഞ്ഞു. എന്നാൽ ഇത് പതുക്കെ അവർക്കുള്ളിൽ പ്രശ്നങ്ങളായി മാറുകയായിരുന്നു. ഇതിനിടയിൽ തമിഴിൽ മാത്രമല്ല ഇന്ത്യ മുഴുവനും അറിയപ്പെടുന്ന നടിയായി ഐശ്വര്യ റായി മാറിക്കഴിഞ്ഞിരുന്നു. ഈ സമയത്താണ് സൽമാൻ ഖാൻ ഐശ്വര്യ റായിയെ വിവാഹം കഴിക്കാം എന്ന തീരുമാനത്തിൽ എത്തിച്ചേരുന്നത്. എന്നാൽ ഐശ്വര്യയ്ക്ക് താല്പര്യമുണ്ടെങ്കിലും മറ്റുള്ളവർ അവളെ ഉപദേശിക്കുകയും ചെയ്തത് കാരണം സിനിമയിൽ ഒരു പീക്കിൽ നിൽക്കുന്ന സമയത്ത് വിവാഹം കഴിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് ഇരുവരും തമ്മിലുള്ള പ്രശ്നം പതുക്കെ രൂക്ഷമാകുകയും സൽമാൻ ഖാനുമായി പിരിയാൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് ഐശ്വര്യ റായിയുടെ അപ്പാർട്ട്മെൻറ്റിൽ അർദ്ധരാത്രിയിൽ സൽമാൻ ഖാൻ പോയി വാതിൽ മുട്ടി. ഐശ്വര്യ വാതിൽ തുറന്നില്ല. അങ്ങനെ ചുറ്റുമുള്ള ആളുകളെല്ലാം ഒച്ചപ്പാടുണ്ടാക്കിയത് സൽമാൻ ഖാനാണ് എന്ന് കാണുന്നു. പക്ഷെ കയ്യിൽ നിന്നും രക്തം വരുന്നത് വരെ വാതിൽ മുട്ടിയെന്നും എന്നിട്ടും തുറന്നില്ലെന്നും അങ്ങനെ പോലീസ് വന്നെന്നും മാധ്യമങ്ങൾ അറിഞ്ഞു എന്നെല്ലാം CR ബാലു പറയുന്നു. പിന്നീട് ഇരുവരും തമ്മിലുള്ള പ്രശ്നം പതുക്കെ രൂക്ഷമാക്കുകയും സൽമാൻ ഖാനുമായി പിരിയാൻ തീരുമാനിക്കുകയുമായിരുന്നു.